സർ, നമസ്കാരം. നമസ്കാരം. കേന്ദ്രം വികസനം മുടക്കിയിട്ടും കേരളം അങ്ങ് കുതിച്ചു കയറുകയാണ് എന്നാണ് മുഖ്യമന്ത്രിയുടെ ഏറ്റവും പുതിയൊരു സ്റ്റേറ്റ്മെന്റ്. ഇത് എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? സത്യത്തിൽ കുതിക്കുന്നുണ്ടോ അതോ കിതയ്ക്കുകയാണോ? കേന്ദ്രമൊന്നും കൊടുക്കാത്തതാണോ അതോ കൊടുത്തതിനൊന്നും കൃത്യമായ കണക്കുകൾ ഇല്ലാത്തതാണോ അതോ സർക്കാരിന്റെ കെടുകാര്യസ്ഥതയാണോ? ഈ സാധാരണക്കാരായ ജനങ്ങൾക്ക് ഇത് എങ്ങനെ മനസ്സിലാക്കിയിരിക്കും? ആ ചോദ്യമാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. സാധാരണക്കാർക്ക് ഇത് എങ്ങനെ മനസ്സിലാവും? അതുകൊണ്ട് സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന ഒരു ഉത്തരം ഞാൻ പറയാം. കേരളത്തിലെ ജനങ്ങൾ ദുരിതാശ്വാസ പ്രവർത്തനത്തിന് വേണ്ടി വയനാട് ദുരന്ത സമയത്ത് പിരിച്ചു നൽകിയ 740 രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ കിട്ടിയിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി സമ്മതിച്ചിട്ടുണ്ട്. അവിടെ വീട് നഷ്ടപ്പെട്ടവര്, ജീവൻ നഷ്ടപ്പെട്ടവരുമായിട്ടുള്ള ആൾക്കാരുടെ കണക്ക് മുഖ്യമന്ത്രിയുടെ കയ്യിലുണ്ട്. ആ കണക്ക് വെച്ച് നോക്കിയാൽ ജനങ്ങൾ പിരിച്ച് അദ്ദേഹത്തിന്റെ കയ്യിൽ കൊടുത്ത 740 രൂപ ഈ വീട് നഷ്ടപ്പെട്ടവർക്ക് വീതിച്ചു കൊടുത്താൽ ഒരു വ്യക്തിക്ക് 2 രൂപ വീതം കിട്ടും. കേന്ദ്രം തടസ്സപ്പെടുത്തിയിട്ടില്ല, കോടതി തടസ്സപ്പെടുത്തിയിട്ടില്ല, ആരും എതിര് പറഞ്ഞിട്ടില്ല. എന്നാൽ ഈ കയ്യിലിരിക്കുന്ന 740 രൂപ അവിടെ ഈ പറഞ്ഞ വീട് നഷ്ടപ്പെട്ടവർക്ക്, ജീവൻ നഷ്ടപ്പെട്ടവർക്ക് തുല്യമായിട്ടൊന്ന് വീതിച്ചു കൊടുക്കാത്തത് എന്താ? ആരും തടയുന്നില്ലല്ലോ. പക്ഷെ അവിടെ പ്രോജക്റ്റ് വരികയല്ലേ, വീടുകൾ ഉൾപ്പെടെയുള്ള പ്രോജക്ട്സ് ഒക്കെ വരികയല്ലേ? അല്ല, ആ പ്രോജക്ട്സുകൾ വരികയാണെന്ന് പറഞ്ഞ ഒരു സംഭവമാണ്. ഓഖി ദുരന്ത കാലത്തെ വീട് ഇതുവരെ വെച്ച് കൊടുത്തിട്ടില്ല. അന്നും ഇതുപോലെ ഇപ്പൊ പ്രോജക്റ്റ് വരും, ഇപ്പൊ വീട് തരുമെന്ന് പറഞ്ഞ് കോഴിക്ക് മുല വന്ന പോലെ ഇപ്പോഴും ഇരിക്കുകയാണ്, ഇപ്പോഴും വന്നിട്ടില്ല. അതുപോലെ തന്നെ സുനാമി ദുരന്ത ബാധിതർക്ക് വീട് വെച്ച് കൊടുക്കുമെന്ന് പറഞ്ഞു, ഇപ്പോഴും കിട്ടിയിട്ടില്ല. അതുപോലെയല്ലേ ഇതും. ഈ ഒരൊറ്റ ഉദാഹരണം എടുത്ത് നോക്കിയാൽ മനസ്സിലാകും പിണറായി വിജയൻ പറയുന്നതിന്റെ ആത്മാർത്ഥത, സത്യസന്ധത എന്താണ് എന്ന്. ഇനി ഈ സംഭവം കൊടുമ്പിരി കൊണ്ടു അവസാനം ഇത് കോടതിയിൽ പോയി. ഏറ്റവും അവസാനം നിർമ്മല സീതാരാമനെ നേരിട്ട് കാണാൻ വേണ്ടി മുഖ്യമന്ത്രിയുടെ വിശ്വസ്ത ദൂതനായിട്ടുള്ള KV തോമസിനെ ഡൽഹിയിലേക്ക് അയച്ചു. ഓർക്കണം, മാസം 11 ലക്ഷം രൂപ ശമ്പളം എന്ന പേരിൽ അല്ലാതെ വാങ്ങിക്കൊണ്ടിരിക്കുന്ന ആളാണ് KV തോമസ്. ആ KV തോമസ് നിർമ്മല സീതാരാമനെ കണ്ടപ്പോൾ നിർമ്മല സീതാരാമൻ ഒരു ചോദ്യം ചോദിച്ചുള്ളൂ: കേരളത്തിന് കിട്ടാനുള്ള തുകയുടെ കണക്ക് തരൂ, എത്രയാ വേണ്ടതെന്ന് വെച്ചാൽ തരാം എന്ന് പറഞ്ഞപ്പോ കണക്കുമില്ല, കണക്ക് പുസ്തകവും ഇല്ല, ഒരു തുണ്ട് കടലാസ് പോലും ഇല്ല. അവസാനം നിർമ്മല സീതാരാമൻ ചോദിച്ചു, സ്വന്തമായിട്ടൊരു കണക്ക് ബുക്കോ ഇല്ലാതെയാണോ കേന്ദ്ര ധനകാര്യമന്ത്രിയെ കാണാൻ വന്നത്? അപ്പോൾ നിങ്ങൾ പറയുന്ന കണക്ക് അനുസരിച്ച് പണം തരാൻ ഞാനിവിടെ ഇരുന്നാൽ നിങ്ങൾ കണക്കെങ്കിലും ഹാജരാക്കണ്ടേ എന്ന് ചോദിച്ചപ്പോ പോയ KV തോമസ് ഉറി പോലെ തിരിച്ചു പോന്നു. പത്രക്കാർ ചോദിച്ചപ്പോൾ ദേഷ്യപ്പെട്ടു, അല്ലാതെ ഒരു മറുപടി ഉണ്ടായില്ല. ഇതല്ലേ ഇവിടുത്തെ ധനകാര്യ മാനേജ്മെന്റ്? അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ധനകാര്യ മാനേജ്മെന്റ് നടത്തുന്ന പിണറായി വിജയൻ എന്തു പറഞ്ഞാലും അത് മലയാളിക്ക് മനസ്സിലാവും. പിന്നെ 100 കോടി രൂപ ഖജനാവിൽ നിന്നും 400 കോടി രൂപ പൊതുജനങ്ങളെ ഇടിച്ചു പിഴിഞ്ഞ് പിരിച്ചു 500 കോടി രൂപയുടെ യാത്ര നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ പിണറായി വിജയൻ. ഈ ആശാ വർക്കർമാർക്ക് 100 രൂപ വെച്ച് കൊടുക്കാൻ മേലെ എന്ന് ചോദിച്ചാൽ അപ്പോഴും മറുപടിയില്ല. അപ്പൊ പണമില്ലായ്മ എന്ന് പറയുന്ന ഒരു പ്രശ്നമില്ല. അതായത് KV തോമസിന് 11 ലക്ഷം രൂപ മാസം, 8 ഉപദേഷ്ടാക്കൾക്ക് 1.5 ലക്ഷം രൂപ വെച്ച് മാസം, ഇന്ത്യൻ പ്രധാനമന്ത്രിയേക്കാൾ കൂടുതൽ ശമ്പളമുള്ള 21 PSC മെമ്പർമാര് കേരളത്തിന്റെ 10 ജനസംഖ്യയുള്ള ഉത്തർപ്രദേശിൽ 6 PSC മെമ്പർമാരേ ഉള്ളൂ. അവർക്ക് ഇത്രയൊന്നും ശമ്പളവും ഇല്ല. അപ്പോൾ പണമുണ്ട്. ആ പണം ധൂർത്തടിക്കാനും സ്വന്തക്കാർക്ക് വേണ്ടി കൊള്ളയടിക്കാനും അല്ലാതെ പാവങ്ങൾക്ക് കൊടുക്കാനില്ല. KSRTC കൊടുക്കാൻ പണമില്ല, KSEB കൊടുക്കാൻ പണമില്ല, സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് DA കുടിശ്ശിക മുടക്കിയിട്ട് കാലങ്ങൾ ഒത്തിരിയായി, കൊടുക്കാൻ പണമില്ല. ക്ഷേമനിധി മുടക്കിയിട്ട് 16 മാസമായി. സാർ ഇത് പറഞ്ഞപ്പോ ഒരു കാര്യം ഞാൻ ഓർത്തതാണ്. ആശാ വർക്കർമാരെ ഈ മെയ് 5-ാം തീയതി മുതൽ കാസർഗോഡ് നിന്ന് തിരുവനന്തപുരം വരെ സമരയാത്ര നടത്തുകയാണ്. അവരുടെ പ്രശ്നം പരിഹരിച്ചിട്ടില്ല. പക്ഷെ 500 കോടി മുടക്കിയിട്ടാണ് ഈ മാമാങ്കം ഇവിടെ നടത്തുന്നത് പിണറായി. അതെ അതെ. അപ്പോൾ ഇതെല്ലാം കൂടി നോക്കുമ്പോൾ സാമാന്യ ബുദ്ധിയുള്ള അരിയാഹാരം കഴിക്കുന്ന ഏതൊരു മലയാളിക്കും മനസ്സിലാവും കേന്ദ്രം കൊടുക്കാത്തത് കൊണ്ടാണോ എന്ന്. ഇനി കേന്ദ്രം കൊടുക്കാത്തതിന്റെ കണക്ക് ഞാനെന്ന് പറയാം. 1,65,000 കോടി രൂപ കേരളത്തിലെ റോഡ് വികസനത്തിന് വേണ്ടി കേന്ദ്രം കൊടുത്തു. നാളിതുവരെയുള്ള 65 വർഷക്കാലം
കോൺഗ്രസ് ഗവൺമെന്റ് കൊടുക്കുന്നതിനേക്കാൾ കൂടിയ തുകയാണ് കേന്ദ്രം കൊടുത്തത്. കാർഷിക ബജറ്റിന്റെ കാര്യത്തിലും അതുപോലെ തന്നെ. എന്നാൽ കേന്ദ്രം കൊടുക്കുന്നതൊക്കെ എടുക്കാത്തത് എന്താ? എനിക്ക് ചോദിക്കാനുള്ളതാണ്, കേന്ദ്രം കൊടുക്കുന്ന പല തുകയും എടുക്കുന്നില്ല. ഉദാഹരണം, ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ എന്ന പേര് എഴുതാൻ പറ്റില്ല, അതിനകത്തെ മന്ദിർ എന്ന വാക്ക് ഹിന്ദു വർഗീയമാണ് എന്ന് പറഞ്ഞ് 2.5 വർഷക്കാലം കേന്ദ്ര ഫണ്ട് മേടിക്കാതിരുന്നു. ഞങ്ങൾക്ക് ഇങ്ങനെയുള്ള ഫണ്ട് വേണ്ട, മന്ദിർ എന്ന് എഴുതിയിട്ട് ഒരു ഫണ്ടും വേണ്ട എന്ന് പറഞ്ഞിട്ട് 836 ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, അത് വലിയൊരു സംശയമാണ്. ഈ മന്ത്രി എന്ന വാക്ക് ഉപയോഗിക്കാൻ പാടില്ലാത്തത് കൊണ്ട് ഈ തുക വാങ്ങിയില്ല എന്ന് പറയും. കേന്ദ്ര ആ ഒരു പദ്ധതിക്ക് അത് ആ ഒരു പേര് വെക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞത് കൊണ്ട് ഒരു സംസ്ഥാനത്തിന് ആ തുക വകയിരുത്താതിരിക്കേണ്ട ആവശ്യമുണ്ടോ? ഒരു പദ്ധതി നടപ്പാക്കുക എന്നുള്ളതല്ലേ ഉള്ളൂ. അല്ല, കേന്ദ്ര പദ്ധതി എന്ന് പറയുന്നത് ഓൾ ഇന്ത്യ പദ്ധതിയാണ്. 28 സംസ്ഥാനങ്ങളിൽ ഒരു സംസ്ഥാനത്തിന് മാത്രമായി അങ്ങനെ മാറി നിൽക്കാൻ പറ്റില്ല. അത് ഫെഡറൽ സംവിധാനങ്ങളുടെ നിയമങ്ങൾക്ക് വിരുദ്ധമാണ്. അതായത് കാശിങ് തന്നേരം ഞങ്ങൾ ഇഷ്ടം പോലെ ചെയ്തോളാം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇഷ്ടം പോലെ ചെയ്യാനുള്ള സംവിധാനം അല്ല ഒരു ഫെഡറൽ സിസ്റ്റം. ഓൾ ഇന്ത്യ തലത്തിൽ ഒരു നിയമം ഉണ്ടാക്കിയാൽ അത് ഓൾ ഇന്ത്യ തലത്തിൽ ഒരുപോലെ ചെയ്യണം. ഈ ഒരു ആരോഗ്യമന്ത്രി മാത്രമല്ലല്ലോ, ന്യൂ എഡ്യൂക്കേഷൻ പോളിസി കേന്ദ്രം കൊണ്ടുവന്നു. അപ്പോഴും കേരളം എന്താ പറഞ്ഞത്? ഞങ്ങൾ ഇവിടെ നടപ്പാക്കില്ല. അതിന്റെ പേരിൽ 1180 കോടി രൂപ നഷ്ടപ്പെട്ടു പോയി. എന്നിട്ട് അവസാനം എന്ത് പറഞ്ഞു? നടപ്പാക്കാം. പട്ടിണി കിടന്നപ്പോ മനസ്സിലായി പൈസ കിട്ടണമെങ്കിൽ നടപ്പാക്കണം. അപ്പോ ആരോഗ്യ രംഗത്ത് ഞങ്ങൾ നടപ്പാക്കില്ല, വിദ്യാഭ്യാസ രംഗം ഞങ്ങൾ നടപ്പാക്കില്ല. എന്തിനേറെ വനം വന്യജീവി സംരക്ഷണത്തിന് 78 കോടി രൂപ എല്ലാ വർഷവും കൊടുത്തു. ആ പൈസയിൽ 42 ലക്ഷം രൂപ ഒഴികെ ബാക്കി ലാപ്സാക്കി കളഞ്ഞു. ആ ഏതെങ്കിലും വർഗീയത കൊണ്ടാണോ? ഇതുപോലെ കേരളത്തിന്റെ സകല പദ്ധതികളിലും കേന്ദ്ര പദ്ധതി ആയതുകൊണ്ട് മാത്രം നടപ്പാക്കില്ല എന്നുള്ള ദുർവാശി ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റില്ല. മറ്റൊരു കാര്യം, 70 വയസ്സിൽ കൂടുതലുള്ള പ്രായമുള്ള എല്ലാവർക്കും സൗജന്യ ഇൻഷുറൻസ് കേന്ദ്രം കൊടുത്തു. കേരളം പറഞ്ഞു വേണ്ട, ഞങ്ങൾ നടപ്പാക്കില്ല, കേന്ദ്ര പദ്ധതിയോട് ഞങ്ങൾക്ക് എതിർപ്പാണ്. അതിലൊക്കെ എന്ത് ന്യായമാണുള്ളത്? അതുകൊണ്ട് ഇത് കേരളം ചർച്ച ചെയ്യപ്പെടട്ടെ. പിണറായി വിജയൻ ഈ വിഷയം 1000 തവണ ആവർത്തിച്ച് പറയട്ടെ, മറുപടി BJP പറയും. പിണറായി വിജയന്റെ യാത്രയൊന്ന് കഴിഞ്ഞോട്ടെ, BJPയുടെ പരിപാടി വരുന്നുണ്ട്. കേരള യാത്രയൊന്നുമല്ല, കേരളത്തിലെ ഓരോ വീടുകളിലേക്കുമുള്ള യാത്രയാണ്. വീടാന്തരം പോയിരുന്ന് ഈ വിഷയങ്ങൾ തെളിവ് സഹിതം വിശദീകരിക്കാനുള്ള സംവിധാനം ഇന്ന് കേരളത്തിൽ BJPക്കുണ്ട്. അതോടുകൂടി ഇദ്ദേഹത്തിന്റെ ഈ കള്ളപ്രചരണം അടിമുടി പൊളിയും. നന്ദി സർ.